ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വീട്ടിൽ വന്ന ദിവസത്തെ ബാലൻസ് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ. 2 ദിവസത്തെയാണ് കേട്ടോ. അപ്പം വീട്ടിൽ വന്ന ഫസ്റ്റ് ദിവസത്തെ ബാലൻസ് വ്ളോഗും പിന്നെ പിറ്റേ ദിവസം 2ാമത്തെ ദിവസവും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ വൈകിട്ടൊരു 4-4:30 ആയപ്പോൾ അമ്മ ചായ ഇട്ട് തന്നു. അപ്പം നമ്മൾ വന്നപ്പം പരിപ്പുവടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പരിപ്പുവടയും കഴിച്ച് ചായയും കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് എൻ്റെ വീട്ടിലെ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വന്നിരുന്ന് ചായ കുടിക്കാനും ചോറ് കഴിക്കുന്നത് വരെ ഞാൻ ഇവിടെ വന്നിരുന്നിട്ടാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിരുന്ന് ഇരിക്കാൻ. വെറുതെ ഇരിക്കാനാണെങ്കിലും വയലിലോട്ടും മുറ്റത്തോട്ടും എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പല്ലേ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പുറത്തോട്ടൊന്ന് ഇറങ്ങിയേ. കുറേ ദിവസമായില്ലേ ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട്. അപ്പം ഞാനിങ്ങനെ നോക്കുന്നത്, അമ്മ പറഞ്ഞായിരുന്നു ഒരു പട്ടി ഇവിടെ കണ്ട് വന്ന് പ്രസവിച്ച് കിടപ്പുണ്ടെന്ന്. അപ്പം അതിനെ നോക്കുമോ ഇനി കടിക്കാനെങ്ങാനും വന്നാലോ എന്ന് വിചാരിച്ചു. അപ്പം പട്ടി അവിടെ ഇല്ലയെന്ന് തോന്നുന്നു, ഞാൻ കണ്ടില്ല. ആ ഒരു എന്താ പറയുക, കുറേ ദിവസം കാണാതിരുന്ന് കാണുമ്പോൾ ഉള്ളൊരു ഫീലുണ്ടല്ലോ. ഞാൻ എല്ലായിടും നോക്കും കേട്ടോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. അതാ ആ കവറിട്ടേക്കുന്നുണ്ടോ, അതിൻ്റെ അടിയിലാണെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പം ഞാൻ വീടിൻ്റെ മുകളിലോട്ടൊന്ന് കയറാമെന്ന് വിചാരിച്ചു. റംബൂട്ടാനെങ്ങാനും എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ. ഉള്ളതെല്ലാം അമ്മ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഇതാ അമ്മ ഇങ്ങനെ കവറ് കെട്ടിയിട്ടപ്പം മഴ പെയ്തപ്പോൾ വെള്ളം കെട്ടി കവറിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഇനി എടുത്ത് കളയണം. റംബൂട്ടാനൊക്കെ തീർന്നു കേട്ടോ. റംബൂട്ടാൻ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ വരും, അത് കഴിഞ്ഞിട്ട് ഞാൻ പോവും. പറിച്ച് വിളഞ്ഞൊക്കെ കഴിയുമ്പോഴത്തേനും പിന്നെയും തിരിച്ചു വരും. അങ്ങനെയാണ് ഞാൻ. കുറേ പൊഴിഞ്ഞതാ ഇവിടെ വീണ് കിടപ്പുണ്ട് കേട്ടോ. കുറേ ആണെങ്കിൽ അണ്ണാനും കിളികളും ഒക്കെ തിന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ മുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ആണിത് കേട്ടോ. ഫ്രണ്ടിൽ വയലാണ്. അപ്പോൾ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന വയലിങ്ങനെ കാണാൻ പറ്റും. പിന്നെ ഇത് ഒരു മാവ് നിന്നതാണ് നമ്മുടെ വീട്ടിൽ. അപ്പോൾ അത് വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഈ പട്ടിയാട്ടോ ഇവിടെ പ്രസവിച്ച് കിടക്കുന്നത്. അപ്പോൾ അത് വിശന്നിട്ടിങ്ങനെ നടക്കുവാണെന്ന് തോന്നുന്നു. അമ്മ ഇടയ്ക്കൊക്കെ ചോറൊക്കെ വെച്ച് കൊടുക്കും. അങ്ങനെ അത് കഴിച്ചിട്ടൊക്കെ പോവും. എന്നാലും എനിക്ക് പേടിയാണ്, പ്രസവിച്ച് കിടക്കുമ്പം ഒരു അമ്മയും കൂടിയല്ലേ അവൾ. അപ്പോൾ ഒന്നും കൂടി അവൾക്ക് ശൗര്യം കൂടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്തോട്ടൊന്നും പോകാൻ നിൽക്കത്തില്ല. പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ചാലാണ് കേട്ടോ. ഇത് വയലിൽ നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ ഒഴുകി അങ്ങ് പോവും, അത്രേ ഉള്ളൂ. അതിൽ കുറേ മീനുകളുണ്ട്. പണ്ടൊക്കെ എന്തോരം മീനുകളെ, ഈ മാനത്തുകണ്ണി എന്നൊക്കെ പറയുന്ന മീനുകളെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിറ്റേന്നാകുമ്പോൾ അത് ചത്ത് കിടക്കും. എന്തെന്നറിയത്തില്ല, നമ്മൾ വീട്ടിൽ പിടിച്ചുകൊണ്ട് വരുന്ന മീനുകളൊക്കെ ചത്തുപോകും. പിന്നെ വലുതായതിനു ശേഷം അങ്ങനെ മീനെ പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാട്ടോ നമ്മൾ ആ ടാങ്ക് ഇരിക്കുന്നതിൻ്റെ അവിടെ കയറിയെന്ന് കണ്ടത്. അപ്പോൾ ഈ ഒരു മാവ് വെട്ടി കേട്ടോ. മാങ്ങ ഉണ്ടാവും ഇതിൽ, പക്ഷേ പഴുപ്പിക്കാൻ കൊള്ളത്തില്ല. വിളഞ്ഞു കഴിയുമ്പോഴത്തേനും പുഴുവാവുന്ന മാങ്ങയാണ്. പിന്നെ അത് മാത്രമല്ല, ഈയിടെയായിട്ട് അതിനകത്ത് മൊത്തം ഇത്തിളുണ്ടല്ലോ, ഇത്തിൾ കയറിയിട്ട് മാങ്ങ ഉണ്ടാവുന്നില്ലായിരുന്നു. അപ്പം അമ്മ അതാ ചോറ് വയ്ക്കാനായിട്ട് അവിടെ വിറവ് തപ്പിക്കൊണ്ടിരിക്കുക. അമ്മ എന്നെ പിന്നെ വിളക്കൊക്കെ തേച്ച് സിറ്റ് ഔട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്. വിളക്ക് കത്തിക്കാൻ സമയമായി വരിക. അപ്പം ഞാൻ കൈയും കാലും ഒക്കെ കഴുകിയിട്ട് വിളക്ക് കത്തിക്കാനായിട്ട് പോവാട്ടോ. അപ്പോൾ എന്നെക്കാട്ടി നീളം വെച്ച തുളസി ചെടിയാണ് ഇത് പണ്ട് പോലെ ഇവിടെ നിന്നതാട്ടോ. പിഴുത് കളയാതെ നിർത്തിയിരുന്നത് എൻ്റെ കല്യാണത്തിന് മുമ്പേ. അപ്പോൾ ഇപ്പം എൻ്റെ നീലൂട്ടനെക്കാട്ടി പ്രായമുണ്ടെന്ന് തോന്നുന്നു ഈ തുളസി ചെടിക്ക്. അത് എന്നെക്കാട്ടി വലുതായി. ഞാൻ തന്നെ കൊന്നത്തെങ്ങ. അപ്പോൾ എന്നെക്കാട്ടി നീളമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഉണ്ട് അമ്മയുടെ കുട ഇവിടെ തറയിൽ വീണ് കിടന്ന്. അപ്പോൾ അതും കൂടി അതൊന്നെടുത്ത് മുകളിൽ വെച്ചു. പിന്നെ ഞാൻ ഈ പൂ പറിക്കാനായിട്ടാണ് വന്നത് കേട്ടോ. ചെമ്പരത്തി പൂവ് എനിക്ക് എത്തുന്നിടത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും പറിച്ച് പിന്നെ വിളക്കൊക്കെ കത്തിക്കണ്ടേ, സമയമായി 6:30 ആവാറായി. അപ്പോൾ ഇനി റോസാപ്പൂ ഉണ്ടേ. ഈ റോസ പറഞ്ഞ് കുറേ ദിവസത്തിന് ശേഷം ഈ റോസ പൂക്കുന്നതെന്ന്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ തെറ്റിയുണ്ട്, കറിവേപ്പിൻ്റെ ഒരു ചെടിയുണ്ട്, കുറേ ചെടികൾ നിൽപ്പുണ്ട്. അപ്പം ഞാൻ വിളക്കൊക്കെ ഒരുക്കി
പൂവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഈ ഒരു വിളക്ക് ഇന്ന് ചക്കുളത്ത് അമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിച്ചതാട്ടോ. അപ്പം ഇങ്ങനെ വെളിയിൽ ഒരു വിളക്ക് കത്തിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. ഒരു ദേവിയുടെ പടമൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുള്ളൊരു വിളക്ക്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ അത് വെളിയിൽ ആദ്യം കത്തിച്ച് വെച്ചിട്ട് അകത്ത് വന്ന് നമ്മുടെ മെയിൻ വിളക്ക്, നിലവിളക്ക് കത്തിച്ചു. പിന്നെ ഒരു കുന്തിരിക്കത്തിൻ്റെ സ്തൂപം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും കത്തിച്ച് വെച്ചു. അപ്പോൾ ഇനി നമ്മൾ പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസത്തെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. എഴുന്നേറ്റു. എൻ്റെ കൂടെ തന്നെ നീലൂട്ടനും എണീറ്റ് കേട്ടോ. എൻ്റെ കൂടെ തന്നെയെന്ന് പറയാൻ ഇന്ന് എഴുന്നേറ്റത് 8 മണിക്കാണ്. ഇന്നലെ എഴുന്നേറ്റത് 4 മണിക്കൊക്കെ എഴുന്നേറ്റായിരുന്നു. അപ്പം ഞാൻ നേരെ സിറ്റൗട്ടിലോട്ട് വന്നപ്പം അമ്മ ദാ ചായയൊക്കെ ഇട്ട് സിറ്റൗട്ടിലിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പല്ലൊക്കെ തേച്ചിട്ട് പിന്നെ രാവിലെ ഇഡ്ഡലിയായിരുന്നു. ആദ്യം ഒരു 5 ഇഡ്ഡലി എടുത്തു, ഇഡ്ഡലിയും സാമ്പാറും. അപ്പോൾ ഇഡ്ഡലി കഴിച്ചു, കുഞ്ഞ് ഇഡ്ഡലിയാട്ടോ. ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിരുന്നു നീലൂട്ടനും അമ്മയും കൂടെ കടയിൽ പോവാട്ടോ, മീനുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞ്. നീലൂട്ടൻ്റെ കയ്യിലിരിക്കുന്ന ആ കണ്ണാടിപ്പെട്ടി കണ്ടോ, അതിനകത്ത് കണ്ണാടിയല്ല, അതിനകത്ത് പൈസയാണ് വെച്ചേക്കുന്നത്, അവൻ്റെ പേഴ്സാണെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കടയിൽ പോവാം, മേളിൽ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ രണ്ടുപേരുടെ മീൻ വാങ്ങിക്കാനായിട്ട് കടയിൽ പോവാം. അപ്പോൾ ഇനി അവർ വരുന്നവരെയും ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അതാ ചെറിയൊരു വെയിലുണ്ട്. ഇന്നലെ രാത്രിയിലൊക്കെ ഭയങ്കര മഴയായിരുന്നു, നല്ല മഴ പെയ്തിട്ട് നല്ല തണുപ്പും ഉണ്ടായിരുന്നേ. അപ്പം ആദ്യം എടുത്ത 5 ഇഡ്ഡലി കഴിച്ചതിന് ശേഷം എനിക്ക് പിന്നെയും വിശന്നു. അപ്പം ഞാൻ ബാലൻസ് 3 ഇഡ്ഡലിയും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടി എടുത്ത് കഴിച്ചു. എനിക്ക് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. അതാണ്, ഇഷ്ടമുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിടാതെ കഴിക്കും. അങ്ങനെയാണ് ഈ തടി കൂടുന്നതും. പിന്നെ ഇത് നമ്മുടെ ഫ്രണ്ടിൽ വഴിയാട്ടോ, ഈ വഴിയെ കൂടിയാണ് നമ്മൾ വീട്ടിലോട്ട് വരുന്നത്. ഇവിടെ ഒരുപാട് മഴ പെയ്യുമ്പോൾ, നല്ല മഴ പെയ്യുമ്പോൾ ഈ വഴി മൊത്തം വെള്ളം കയറും കേട്ടോ. ഇവിടെ എല്ലാം വെള്ളം കയറിയിട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും. അങ്ങനെ നമ്മുടെ വീട്ടിലെ ചെടികൾ, പിന്നെ ഇത് നമ്മുടെ അപ്പുറത്തെ അങ്ങുള്ളൊരു അമ്മയുടെ പശു കേട്ടോ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ വയലിൽ കൊണ്ട് നിർത്തിയത്. എനിക്ക് ഈ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം എനിക്ക് സങ്കടം തോന്നി കേട്ടോ. കാരണം എനിക്ക് തന്നെ അവിടെ നിൽക്കാൻ വയ്യായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കും തണുക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ മുറ്റത്തോട്ട് വന്നു. ഈ സൈഡിലോട്ട് ഞാൻ വന്നില്ലായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ ഒന്ന് നോക്കാനായിട്ട് വന്നതാണ്, പേരയ്ക്ക വല്ലതും ഉണ്ടോ, റംബൂട്ടാൻ വല്ലതും ഇടയ്ക്കെങ്ങാനും നിൽപ്പുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ നോക്കി വന്നപ്പോൾ ഉണ്ട് പാഷൻ ഫ്രൂട്ട് നിൽക്കുന്നുണ്ട്, തറയിൽ പടർന്ന് കിടക്കുക കേട്ടോ. അപ്പം പഴുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ തിരിഞ്ഞിങ്ങ് പോരുന്നു. പിന്നെ നോക്കിയപ്പോഴാണ് നമ്മുടെ റംബൂട്ടാൻ്റെ കുരു ഉണ്ടല്ലോ ഇങ്ങനെ താഴെ വീണ് ഇഷ്ടം പോലെ വീണ് കിടക്കുന്നതുകൊണ്ട് കണ്ടോ, മൊത്തവും കിളിയും അണ്ണാനും വവ്വാലും ഒക്കെ കടിച്ച് പറിച്ച് താഴെ കളഞ്ഞതാണ്. ഇത് വിളയുന്നതിന് മുമ്പായിരുന്നെന്ന് തോന്നുന്നു ഇങ്ങനെ കടിച്ച് പറിച്ച് കളഞ്ഞത്. പിന്നെ ഇതാ ഒരു പേരയ്ക്കയൊക്കെ നിൽപ്പുണ്ട്. അങ്ങനെ ഞാൻ വെളിയിൽ നിന്നപ്പം നല്ല മഴക്കോളെ. ഈ മഴക്കോൾ ഇങ്ങനെ മേഘം ഉണ്ടല്ലോ, മേഘങ്ങൾ ഇങ്ങനെ നീങ്ങി പോകുന്നത് എനിക്ക് ലൈവായിട്ട് കാണാൻ പറ്റി കേട്ടോ. ഈ വീഡിയോയിൽ എത്രത്തോളം വിസിബിൾ ആവുമെന്ന് എനിക്കറിയത്തില്ല. അതിങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. ഈ ഒരു പച്ച ചെടികളെ തൊട്ടിപ്പുറത്ത് വരെ എത്തും, അതിങ്ങനെ നീങ്ങി സ്പീഡിന് നീങ്ങി പോകുന്നുണ്ട്. ആ ഒരു സംഭവമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ആകാശത്തോട്ടൊക്കെ വല്ലപ്പോഴും നോക്കണമെന്ന് പറയുന്നത് അതിനായിരിക്കും അല്ലേ. അപ്പോൾ നല്ല ഒരു ആകാശ ദൃശ്യം കാണാൻ പറ്റി, നല്ല ഭംഗിയുണ്ടായിരുന്നു. മഴക്കോളും അവിടുന്ന് ഇവിടുന്നൊക്കെ വെയിലും ഒക്കെ ഇങ്ങനെ കണ്ടപ്പോഴത്തേനും അങ്ങനെ നിന്നപ്പോഴാണ് ഭയങ്കര മഴ വന്നു. മഴ ചാറുന്നുണ്ട്, ഇപ്പം നല്ല മഴ ചാറുന്നുണ്ട്. ഇങ്ങനെ നിന്നൊരു മഴ അങ്ങ് പെയ്യും. അപ്പം ഞാൻ ഓടിക്കയറി സിറ്റൗട്ടിൽ അങ്ങ് പോയിരിക്കും കേട്ടോ. മഴ ചാറുന്നുണ്ട് ഇപ്പോൾ. മഴയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഞാൻ എപ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നാലും അപ്പോൾ മഴയായിരിക്കും, എനിക്ക് പുറത്തോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല. അത് ഇപ്പം ഈ ഇടയായിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോൾ ഉള്ള ആ ഒരു അവസ്ഥയാണ് കേട്ടോ. എപ്പം ഞാൻ വീട്ടിൽ വരുന്നോ അന്ന് തൊട്ട് പിന്നെ ഞാൻ എത്ര ദിവസം വീട്ടിൽ നിൽക്കുന്നോ അന്നെല്ലാം മഴയായിരിക്കും. പിന്നെ ഞാൻ ഇവിടുന്ന് തിരിച്ചങ്ങ് വീട്ടിൽ തിരിച്ചു പോകുമ്പോൾ മഴ പോവും, ഇവിടെ വെയിലാന്ന് അമ്മ പറയും. അപ്പോൾ രണ്ടുപേരും കടയിലൊക്കെ പോയിട്ട് മീൻ കിട്ടിയില്ല കേട്ടോ, മീൻകാരിന്ന് വന്നില്ല. അപ്പം അതുകൊണ്ട് മുട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വന്നു. പിന്നെ ഇന്നലെയായിരുന്നു നമ്മുടെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം.
പക്ഷേ ഇന്നാണ് നീലൂട്ടൻ ഫ്ലാഗ് വാങ്ങിക്കുന്നത്. അവന് ഇന്നലെ പറഞ്ഞായിരുന്നു കേട്ടോ. ഇന്നലെ പറഞ്ഞ സമയത്ത് ഞാൻ പിന്നെ വിട്ടുപോയി കടയിൽ കയറിയപ്പം അവന് ഫ്ലാഗ് വാങ്ങിച്ച് കൊടുക്കാൻ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളല്ല, അമ്മ അവിടെയൊക്കെ വൃത്തിയാക്കും കേട്ടോ. നാളെ ചിങ്ങം 1 അപ്പോൾ അമ്മ വിളക്ക് വെക്കുന്നിടം എല്ലാം ഒന്ന് വൃത്തിയാക്കുമോ. വീട് ഫുള്ളൊന്നും വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. അമ്മ എല്ലായിടവും ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് മൊത്തത്തിലൊന്നും വൃത്തിയാക്കേണ്ട ആവശ്യം വന്നില്ല. പിന്നെ ഇത് ഞാൻ പണ്ട് പള്ളിയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. നമ്മുടെ ഈ വചനങ്ങളൊക്കെ എഴുതിയത്. അതിലൊരെണ്ണം ഞാനിങ്ങനെ കണ്ണ് പൂട്ടിയെടുത്ത് കേട്ടോ. നിങ്ങളെന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരിതാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു അത് അടുക്കി അതിനകത്ത് വെച്ച് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അമ്മ ദാ വിളക്ക് കത്തിക്കുന്നതിൻ്റെ ആ ഒരു സ്റ്റാൻഡും അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കുമായിരുന്നു. ബാക്കി എല്ലായിടവും എന്താ പറയുക, വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. അമ്മ ഇടയ്ക്കിടയ്ക്ക് എല്ലായിടവും വൃത്തിയാക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഷെയ്ഡിൻ്റെ മുകളിലൊന്നും അമ്മയ്ക്ക് കയറിയൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് അതൊന്ന് തൂത്തിറക്കാൻ പറഞ്ഞു. പിന്നെ ഞാനും അവിടെ കയറി അതൊക്കെ ഒന്ന് തൂത്തിറക്കി. പിന്നെ ഈ വേട്ടാവളീൻ്റെ കൂടുണ്ടല്ലോ, അത് രക്ഷയില്ല, എല്ലായിടവും ഉണ്ട്. അങ്ങനെ അതെല്ലാം ഒന്ന് കൊത്തിപ്പറക്കി എടുത്ത് കളഞ്ഞിട്ട് അവിടെ ഷെയ്ഡിൻ്റെ മുകളിലൊക്കെ ഒന്ന് തൂത്തിറക്കി വൃത്തിയാക്കി. എല്ലാവരും ഈ സമയത്ത് ബിസി ആയിരിക്കുമല്ലേ, വീടൊക്കെ വൃത്തിയാക്കാനും ഒതുക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് കഴിക്കാൻ ചോറ്, സാമ്പാർ, ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയും പിന്നെ മീൻ വറുത്തതുമായിരുന്നു. മുട്ടയും കൂടെ പൊരിച്ചായിരുന്നു. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ ഇങ്ങനെ സിറ്റൗട്ടിൽ വന്നിരുന്ന് നമുക്ക് ചായ കുടിക്കാനോ ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ തന്നെയും കൊള്ളാം. പക്ഷേ മഴയും കൂടെ പെയ്യുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. നല്ല തണുപ്പും, ഇന്ന് നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ദാ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക. നീലൂട്ടന് കൊടുത്തു കേട്ടോ. നീലൂട്ടന് കൊടുത്തിട്ട് ഞാൻ ദാ അടുത്തത് കഴിക്കാനായിട്ട് പോവാം. അപ്പോൾ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനിങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അമ്മയുടെ വിളി വന്നു. അപ്പോൾ അമ്മ ഇവിടെ നമ്മുടെ ബാക്കിലത്തെ ഷെഡ് തൂത്തുവാരുമായിരുന്നേ. അപ്പം അവിടോട്ട് എന്നെ വിളിച്ചതായിരുന്നു ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരു കയറൊക്കെ കെട്ടിക്കൊടുക്കണമായിരുന്നു. പിന്നെ അവിടെ തൂത്തുവാരി വൃത്തിയാക്കുമായിരുന്നു അമ്മ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്താ കയറ് കെട്ടാനായിട്ട് കയറാൻ പോകട്ടെ. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, കസേര എങ്ങാനും ഒടിഞ്ഞു പോവുമോ. അപ്പം പറഞ്ഞു നല്ല ബലമുള്ള കസേരയാണ്, പേടിക്കണ്ട, നീ കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കെട്ടിക്കൊടുത്തു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് അകത്ത് വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ചക്കവറ്റലും കാവറ്റലും ഒക്കെ ഇരിക്കുന്നു, അത് വേണമെങ്കിൽ എടുത്ത് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് കാവറ്റലിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം ചക്കവറ്റല. അപ്പം ഞാൻ ചക്കവറ്റൽ തിരഞ്ഞ് പറക്കി കഴിച്ചു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് അമ്മ മഴയും നനഞ്ഞുകൊണ്ട് മുറ്റത്തേക്കുന്നു. നോക്കിയപ്പോൾ എന്തുവാ, അമ്മ ഈ തേയിലക്കൊന്തും മുട്ടത്തോടും ഉള്ളിത്തൊലിയൊക്കെ സെപ്പറേറ്റ് മാറ്റി വയ്ക്കും വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ നിന്ന്. അത് ചെടിക്കും ഒക്കെ വളമാക്കി ഇടും അമ്മേ. അപ്പോൾ അവിടെ കുറേ ബന്ധിച്ചെടികൾ അമ്മ നട്ടിട്ടുണ്ട്. അപ്പോൾ അതുങ്ങൾക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് പോയതാട്ടോ. മഴ നനഞ്ഞുകൊണ്ട് പോയി. അപ്പോൾ നീലൂട്ടൻ ഈ മഴയത്ത് നല്ല ഉറക്കം കേട്ടോ. സുഖമായിട്ട് പൊതിച്ച് മൂടി കിടന്ന് ഉറങ്ങുക പുള്ളി. അപ്പം ഞാൻ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് നിന്നില്ല. ഞാൻ നേരെ പോയിട്ട് ചായ ഇടാനായിട്ട് പോയി. ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ചായ ഇടാം. ചായ ഇടുമ്പോഴത്തേനും നീലൂട്ടൻ എഴുന്നേൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ അടിച്ചുണർത്താം, ചായ കുടിക്കാൻ വരാൻ പറയാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും പുറത്ത് ഭയങ്കര ബഹളം കേട്ട് ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട് കുറേ ഈ കരിയിലക്കിളികളുണ്ടല്ലോ, അതുങ്ങൾ വന്നിട്ട് നമ്മുടെ പയർ കുത്തിപ്പറിക്കുന്നു. അമ്മ നട്ട പയറിനകത്തുനിന്നും പയറിൻ്റെ കുരു ഉണ്ടല്ലോ, അത് കൊത്തി എടുത്ത് തിന്നിട്ട് പോവുകയും അതിൻ്റെ തൊലി മാത്രം അവിടെ ഇട്ടേക്കും. കള്ളന്മാർ ഇവരാണെന്ന് ഇപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ വിചാരിച്ച അണ്ണാനായിരിക്കുമെന്ന്. അങ്ങനെ അമ്മ ചെന്നിപ്പോൾ ഓടിക്കും എല്ലാത്തിനെയും. കാരണം പയർ മൊത്തം ഇല്ലാണ്ടാക്കി ഇടുക, മൊത്തം കൊത്തിപ്പറിച്ച് അതിൻ്റെ തൊലി മാത്രം അവിടെ ഇട്ടിട്ട് പോവും. നമുക്ക് പിന്നെ പയർ കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരെയും അമ്മ ഓടിച്ചു വിടും. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അമ്മ കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അമ്മയും നീലൂട്ടനും കൂടെ റേഷൻ കടയിൽ പോവാന്നേ. അവിടെ നല്ല തെന്നലുണ്ട് കേട്ടോ. നമ്മുടെ ഈ വഴിയിലായിട്ട് പായലൊക്കെ മഴയാവുമ്പോഴത്തേനുമുള്ള നമ്മുടെ മെയിൻ പ്രശ്നമാണ് അവിടെ ഇങ്ങനെ തെന്നലുള്ളത്. അങ്ങനെ ഭയങ്കര പേടിച്ച് നമ്മളതിൽ ഇറങ്ങുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും റേഷൻ കടയിൽ പോയി. നീലൂട്ടൻ കോട്ടൊക്കെ ഇട്ടുണ്ടോ, മഴയത്ത് പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. അങ്ങനെ അതിന് ശേഷം ഞാൻ പോയി മേലൊക്കെ കഴുകിയിട്ട് വന്ന് ഞാൻ വിളക്ക് വെച്ചു. വെളിയിലത്തെ വിളക്കും വെച്ചു, പിന്നെ നമ്മുടെ മെയിൻ വിളക്കും കത്തിച്ചു, പിന്നെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ദിവസം ഇങ്ങനെ മഴയോടെയൊക്കെ അങ്ങ് പോയി.
അപ്പോൾ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും അങ്ങോട്ട് മുന്നോട്ട് കൂടുതൽ വ്ളോഗുകളും കാര്യങ്ങളും വീഡിയോസൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷനും സംഭവമൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ നാളത്തെ ഒരു അടിപൊളി വ്ളോഗുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. നാളെ ചിങ്ങം 1 അപ്പോൾ ചിങ്ങം 1 വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസത്തെ വ്ളോഗിൽ കാണാം. എല്ലാവർക്കും നല്ല അടിപൊളി ദിവസങ്ങളായിരിക്കട്ടെ ഇനി അങ്ങോട്ട് വരുന്നതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടാറ്റ ബൈ, സീ യു.